ശബരിമല സ്വർണ്ണമോഷണത്തിൽ 9 ഉദ്യോഗസ്ഥർ പ്രതികളായേക്കും. ഉദ്യോഗസ്ഥരുടെ പേര് പരാമർശിച്ച് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട്. 2 ദേവസ്വം കമ്മീഷണർമാർക്കും ദേവസ്വം സെക്രട്ടറിക്കും ഉൾപ്പെടെ വീഴ്ച പറ്റിയെന്നും റിപ്പോർട്ട്. കേസ് അന്വേഷിക്കുന്ന സംഘത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി. വി എസ് അനു ചേരുന്നു വിവരങ്ങളുമായി. അനു, ഏതൊക്കെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുക്കാൻ ശുപാർശയുള്ളത്? ഈ വിജിലൻസിന്റെ റിപ്പോർട്ടിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്? ലക്ഷ്മി, ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് 9 വിരമിച്ചതും അല്ലാതെയുമായ ഇപ്പോൾ നിലവിലുള്ളതുമായ 9 ദേവസ്വം ജീവനക്കാർക്കെതിരെ കേസെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ FIR രജിസ്റ്റർ ചെയ്യും. 1-ാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും 2-ാം പ്രതിയായി മുരാരി ബാബുവിനെ ഉൾപ്പെടെയാണ് ആലോചിക്കുന്നത്. ഇത് കൂടാതെ ദേവസ്വം മരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ടുള്ള സുനിൽകുമാർ ഉൾപ്പെടെയുള്ളവരും ഈ പറയുന്ന പ്രതിപട്ടികയിൽ ഉൾപ്പെടും. മാത്രമല്ല, അന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിടയിൽ ചെമ്പുപാളികൾ കൊടുത്തുവിടാമെന്ന് പറഞ്ഞ് ഉത്തരവിട്ട ജയശ്രീ ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ പ്രതിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് ഈ കേസെടുക്കുക ഒന്നുകിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തോ അല്ല എങ്കിൽ ശബരിമല ഉൾപ്പെടുന്ന സന്നിധാനം ഉൾപ്പെടുന്ന പമ്പ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണെങ്കിൽ അങ്ങനെയെങ്കിൽ പമ്പ പോലീസ് സ്റ്റേഷനിലായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക. ഒരു കാര്യം കൂടെ ഇപ്പോൾ പുതുതായിട്ട് വന്നൊരു കാര്യം കൂടെ നമുക്ക് അറിയിക്കേണ്ടതുണ്ട്. ഈ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉദ്യോഗസ്ഥരെ കൂടെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന 4 ഉദ്യോഗസ്ഥർക്ക് പുറമെ ക്രൈംബ്രാഞ്ച് SP പി ബിജോയ് നേരത്തെ ദേവസ്വം വിജിലൻസിലെ SP ആയിരുന്നു. ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള പി ബിജോയ്, മറ്റൊരു DYSP S സുരേഷ് ബാബു, ഇതുകൂടാതെ KPയിലെ DYSP KK സജീവ് എന്നിവരെ കൂടെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൽ കോടതി നിർദ്ദേശപ്രകാരം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലക്ഷ്മി, ഈ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ 9 പേർക്കെതിരെ കേസ് എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ക്രിമിനൽ കേസുകൾ ഉൾപ്പെടുമോ? ഇത് വിജിലൻസിന്റെ പരിധിയിൽ അത്തരം കേസുകൾ വരില്ലല്ലോ. ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ ഈ കേസ് വരാൻ പോകുന്നത്? തീർച്ചയായും ഇന്ന് കോടതി നമ്മൾ ഉത്തരവിൽ തന്നെ വളരെ കൃത്യമായി കോടതി പറയുന്നുണ്ട്. ഈ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം വേഗത്തിൽ നടത്തണമെന്നുള്ളതാണ് ഹൈക്കോടതി ഉത്തരവ്. അതുകൊണ്ട് ഈ പറയുന്ന ലക്ഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ക്രിമിനൽ വകുപ്പുകളടക്കം ഇടുന്നതിന് വേണ്ടിയിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. മോഷണം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ഇക്കാര്യത്തിൽ ചുമത്തും. അതുകൂടാതെ തന്നെ സാമ്പത്തിക ക്രമക്കേട് വകുപ്പ് ചുമത്താനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന് ഈ ചീറ്റിംഗ് ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഗൂഢാലോചന ഉൾപ്പെടുത്തും. സ്വാഭാവികമായും അത്തരം വകുപ്പുകളെല്ലാം ഉൾപ്പെടുത്തിയാകും FIR രജിസ്റ്റർ ചെയ്യുക. പമ്പ സ്റ്റേഷനിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തോ FIR രജിസ്റ്റർ ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ലക്ഷ്മി, 9 ഉദ്യോഗസ്ഥർ പ്രതികൾ ആയേക്കുമെന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ഏതായാലും വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അനു, VS ആണ് വിവരങ്ങൾ പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്.